നമുക്ക് നെച്ചൂര മീൻ കൊണ്ട് ഒരു ഫിഷ് മോളി ഉണ്ടാക്കിയാലോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ അത്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഫിഷ് മോളിക്ക് ഇതുപോലെ 2 ചെറിയ പീസ് കുടംപുളി ഇടണം കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഇഞ്ചി, ഞാൻ ചതച്ചിട്ടില്ല, നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടാം. ഇതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് സവാള ഇടാം. നമുക്കതിലേക്ക് ഉള്ളി ഇടാം. ചെറിയുള്ളി, സവാളയൊക്കെ കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, നൈസായിട്ട് അരിഞ്ഞിരിക്കുന്നത്. എല്ലാം കൂടി ഇടാം. അതിന് കറിവേപ്പില ഇടാം. ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. അതെ, ഇൻഗ്രീഡിയൻസൊക്കെ വന്നപ്പോൾ ചട്ടിയിൽ സ്ഥലമില്ലാണ്ട് വന്നപ്പോൾ ചട്ടി ഒന്ന് മാറി കുറച്ച് വലിയ ചട്ടി എടുത്ത് വെച്ചു. നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതിടാം. ഇട്ടിട്ടൊന്ന് ഇളക്കാം. ശേഷം നമുക്കിതിലേക്ക് ഒരു മീൻ പീസാക്കിയിട്ടുണ്ടല്ലോ അത് ഇടാം കേട്ടോ. ചൂരയാണിത്, ഇത് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പ് പൊടിച്ച ഉപ്പാണ് ഞാൻ ഇടണേ. എനിക്ക് കൈയളവാണ് ഉപ്പ്, ടീസ്പൂണിൽ അറിയില്ല, അത് കാരണം കൈയളവായിട്ട് ഇടണേ. ഈ ഉപ്പ് ഞാൻ പൊടിപ്പ് മേടിച്ചതല്ല, കല്ലുപ്പ് മേടിച്ച് പൊടിച്ച് വെക്കണതാണ്. ഞാൻ പൊടിപ്പ് യൂസ് ചെയ്യാറില്ല. ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് തിളച്ചുണ്ട് അതിലേക്ക്. അപ്പോൾ 1 കപ്പ് 2 പാൽ ഒഴിക്കണം കേട്ടോ ഇതിലേക്ക്. 1 കപ്പ്, അത് 2 പാൽ. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് ചായ കുടിക്കുന്ന 2 ഗ്ലാസ് അത്രയും ഉണ്ടാവും. അത് ഒഴിക്കാം നമുക്ക്. 2 പാലിലാണ് മീൻ വേവേണ്ടത്, നല്ല പോലെ വേവണം. ഇനി നമുക്ക് 2 പാലിൽ അത് നല്ലപോലെ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു ഹാഫ് ഫ്ലെയിം, സിമ്മല്ല കൂടുതലല്ല. ഈ കറി ഉണ്ടാക്കുമ്പോഴേ ഈ 2 പാലും ഇതേ കപ്പിലാണ് ഒഴിച്ചത്. 1 പാലും ഈ കപ്പിലെ അളവിലാണ് ഒഴിക്കേണ്ടത്. നല്ല കുറുകിയ പാൽ ഒഴിക്കണം. 1 പാൽ ഒഴിച്ച് കുറുകിയിട്ടോ നല്ല പോലെ. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ, വെറുതെ അലങ്കാരത്തിന്. ഇതിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇനി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ ഫിഷ് മോളി. നമ്മുടെ ഫിഷ് മോളി റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ചപ്പാത്തി, പൊറോട്ട അല്ലെങ്കിൽ അപ്പം, നൂൽപ്പിട്ട് ഇതിനൊക്കെ ഉപയോഗിക്കാവുന്ന കേട്ടോ. ചോറിന് ഉപയോഗിക്കാം. കൂടുതൽ ടേസ്റ്റ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതിനൊക്കെയാണ്. ഞങ്ങളൊക്കെയും ചോറുണ്ണാൻ ഉപയോഗിക്കും. ഊണ് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റിലാണ് എടുക്കും. അത് ഇഷ്ടമുള്ളവർക്ക് എങ്ങനെയാണെന്ന് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.